തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യം, അത് ഇടത് വലത് മുന്നണികളോടുണ്ടാകുന്ന ഒരു ചോദ്യമാണ്. വർഗീയ സംഘടനകളുടെ വോട്ടുകൾ സ്വീകരിക്കാതിരിക്കുമോ, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ള ചോദ്യം. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള ചോദ്യം ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മുന്നണികളോട് ചോദിക്കുന്ന സാഹചര്യം, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ CPM-ന്റെ LDF-ന്റെ ഭാഗത്ത് നിന്നും കൃത്യമായും പറഞ്ഞിരുന്നു, വർഗീയ സംഘടനകളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, അത് സ്വീകരിക്കാതെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു പല ചർച്ചാവേദികളും. പക്ഷേ അത്തരത്തിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ UDF നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട പാലക്കാട് UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് SDPI രംഗത്ത് വന്നിരിക്കുകയാണ്. BJPയെ അകറ്റി നിർത്താനാണ് UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുന്നത് എന്നുള്ളതായിരുന്നു SDPIയുടെ നിലപാട്. SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മയിലാണ് ഇക്കാര്യം കോഴിക്കോട് പറഞ്ഞത്. പാലക്കാട് SDPയുടെ കൃത്യമായ നിലപാടാണ്. അത് UDF-ഉമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുമായിട്ടോ ചർച്ച ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു നിലപാടല്ല. അവിടെ കേരളീയ സമൂഹം എക്കാലവും BJPയെ അല്ലെങ്കിൽ സംഘ് പരിവാറിൻ്റെ വർഗീയ വിഭജന രാഷ്ട്രീയത്തെ പുറത്ത് നിർത്തിയിട്ടുള്ള സമൂഹമാണ്. UDF-ഉമായിട്ട് ചർച്ച ചെയ്തിട്ടൊന്നുമല്ല. അങ്ങനെ ഉള്ള അവിശുദ്ധ ബന്ധത്തിലൂടെ, ഡീലിലൂടെ പാലക്കാട് തൃശ്ശൂർ ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളെടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ്. അതിൽ UDF-ഉമായിട്ടുള്ള ചർച്ചയുടെ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിലപാടിൽ ഉറച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും.